ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്, ഇപ്പോൾ നമ്മുടെ പർപ്പിൾ ചേച്ചിയുടെ ഇൻസ്റ്റാഗ്രാമൊക്കെ പോയി എന്നാണ് എനിക്ക് അറിയാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ എന്ത് പറയുന്നത്, നമുക്ക് നല്ലൊരു അടിപൊളി മെമ്പർഷിപ്പ് തുടങ്ങിയാലോ. ഇതുവരെ ഞാൻ വെറും കഥകൾ മാത്രമല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി മുതൽ എൻ്റെ മെമ്പർഷിപ്പിൽ നല്ല കിട്ടിക്കാച്ചി കിഡിൽ ഐറ്റമാണ്. അപ്പോൾ തീർച്ചയായിട്ടും താല്പര്യമുള്ളവർ മെമ്പർഷിപ്പ് എടുക്കുക. അഥവാ എന്നോട് മിണ്ടാനാണ് ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും ആ നമ്പറിൽ വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക. അതിൽ ഞാനൊരു സ്കാനർ ഇടും. അതിൽ 500 രൂപ പേ ചെയ്താൽ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്, നിങ്ങൾ മനസ്സിൽ കാണുന്നത് ഞാൻ മാനത്ത് കാണും. നമുക്ക് നേരെ കഥയിലോട്ട് കിടക്കാം. അപ്പം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ മാരേജ്, അതായത് എനിക്കിപ്പോൾ 23 വയസ്സുണ്ട്. എൻ്റെ കല്യാണം എന്ന് പറയുന്നത് ലവ് മാരേജ് ആയിരുന്നു. എനിക്കാണെങ്കിൽ ലവ് മാരേജിനോട് വലിയ താല്പര്യമായിരുന്നു. എനിക്ക് ചെറുപ്പം മുതലുള്ള എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു, കെട്ടുന്നെങ്കിൽ സ്നേഹിച്ചേ കെട്ടത്തുള്ളൂ. സ്നേഹിക്കാതെ എനിക്ക് ഒരിക്കലും കെട്ടാൻ പറ്റത്തില്ല. പിന്നെ എന്ന് പറയുന്നത്, ഞാൻ ചെറുപ്പത്തിൽ കാര്യമായിട്ട് എല്ലാവരും സ്നേഹിക്കും. പക്ഷെ എന്താണെന്ന് വെച്ചാൽ, ഈഗവും വാശിയും ചൊടിയും ഒക്കെ തന്നെ കാരണത്താൽ എൻ്റെ ലവ് എങ്ങനെയെങ്കിലും പൊട്ടുന്നതായിരിക്കും. അതായത് പ്രേമിച്ച സെക്കൻഡ് എന്നെ വിട്ട് എന്തായാലും പോകും. കാരണം എന്ന് പറയുന്നത്, ഒന്നാമത് എൻ്റെ വാശിയാണ്. എനിക്ക് എല്ലാ കാര്യത്തിലും ഭയങ്കര വാശിയായിരുന്നു. അവൻ എനിക്ക് 1 മണിക്കൂർ മെസ്സേജ് അയച്ചെങ്കിൽ എൻ്റെ മെസ്സേജ് നോക്കിയില്ലെങ്കിൽ ഞാൻ അവൻ്റെ മെസ്സേജ് ഒരു 4 മണിക്കൂർ. അപ്പം ചേട്ടനെന്നെ അങ്ങനെ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, അതായത് പ്രേമിച്ചിട്ട് കല്യാണം കഴിക്കണം എന്നുള്ളത്. പക്ഷേ എൻ്റെ പ്രേമം എന്ന് പറയുന്നത് ഒന്നും തന്നെ നിലനിൽക്കുന്നുണ്ടായിരുന്നില്ല. എന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു, പ്രേമിക്കണം, പക്ഷെ ലിവിങ് ടുഗദർ ആയിരിക്കണം. അതായത് ലിവിങ് ടുഗദർ ആണ് മാറിപ്പോയതാണ്. അതായത് ഒക്കെ നിന്ന് പ്രേമിക്കണം. അതാകുമ്പോൾ ഒരു റൂമിൽ ഞാനും എൻ്റെ ചെക്കനും മാത്രം, നമുക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം. അതാവുമ്പോൾ ചൊടിച്ചെങ്കിലും അടുത്ത് പോയിട്ട് ഒന്ന് സമാധാനപ്പെടുത്തിയാലോ. അവനെ കണ്ടാൽ തന്നെ എൻ്റെ ചൊടിയും വാശിയും ഒക്കെ മാറും. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്തായാലും പ്രേമിക്കാം. പ്രേമിച്ച് തന്നെ ഞാൻ കല്യാണം കഴിക്കാം. അതിൻ്റെ ഒരു വാശി തന്നെയായിരുന്നു. ഞാൻ വിചാരിച്ചു, എന്നാലെന്താ, കോളേജിൽ പഠിക്കുന്ന ടൈമിൽ ലിവിങ് ടുഗദർ ആയിട്ട് ലവ് ചെയ്യാമെന്ന്. അങ്ങനെ എൻ്റെ ആഗ്രഹം പോലെ കോളേജിലെത്തി. എനിക്ക് പറ്റിയ ഒരു പയ്യനെ, ആ കോളേജിൽ തന്നെ എനിക്ക് 4-5 ലവ് വന്നിട്ടുണ്ടായിരുന്നു. ഒന്നും ശരിയാവുന്നുണ്ടായിരുന്നില്ല. അത് ആരും തന്നെ അറിയാത്തതിൻ്റെ സീക്രട്ട് ആയിട്ടാണ് ഞാൻ കൊണ്ടു നടക്കുന്നുണ്ടായിരുന്നത്. പെട്ടെന്ന് ഒരു പയ്യൻ വന്നു. എനിക്ക് അവരെ നല്ല ഇഷ്ടമായി, അവൻ എന്നെയും നല്ല ഇഷ്ടമായി. നമ്മൾ തമ്മിൽ നല്ല പ്രണയത്തിലായി. അങ്ങനെ ഫസ്റ്റ് ഇയർ ഒക്കെ കഴിഞ്ഞ് സെക്കൻഡ് ഇയറിൽ നമ്മൾ സ്റ്റേ ആക്കാൻ തുടങ്ങി. അതായത് അവിടെ തന്നെ റൂം എടുത്തും ഫുൾ അടിച്ച് പൊളിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ രണ്ടുപേരും നല്ല സന്തോഷത്തിലായിരുന്നു. അങ്ങനെ അന്ന് അവിടെ റൂം എടുത്ത് നിന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്ന് വിവാഹം കഴിഞ്ഞത്. ഇല്ലെങ്കിൽ എന്തായാലും ചൊടിച്ച് തമ്മിൽ തല്ലി വാശിയും എൻ്റെ ബ്ലോക്ക് ലിസ്റ്റിലെ ഒരാളായി മാറിയാണ്. ഇപ്പൊ പ്രേമിക്കാൻ ആഗ്രഹമുള്ളവർ, ഞാനൊരു കാര്യം പറയാം, എന്തായാലും റൂം എടുത്ത് സ്റ്റേ ആക്കി പ്രേമിച്ചോളൂ. അല്ലാണ്ട് കാര്യങ്ങളൊന്നും നടക്കത്തില്ല. എന്തായാലും ഇത് ബ്രേക്കപ്പിലോട്ട് നടക്കും. നിങ്ങളുടെ ബ്ലോക്ക് ലിസ്റ്റിൽ ഒരാളായി മാറും. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ ഏറ്റവും ശത്രുവായിട്ട് മാറുന്ന ഒരു സംഭവമില്ല. അത് നമുക്ക് സഹിക്കാൻ പറ്റുന്നൊരവസ്ഥയാണ്. അതുകൊണ്ട് പറയുന്നതാണ്, നിങ്ങൾക്ക് ഒരാളെ ലൈഫ് ലോങ് കിട്ടണം. അതായത് നിങ്ങളിപ്പോൾ കോളേജിലൊക്കെ പഠിക്കുന്നത്, അതായത് നാട്ടിൽ നിന്നും കുറച്ച് ലോങ് ആയിട്ട് പോകുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ അങ്ങനെ സ്റ്റേ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ആ പുള്ളിക്കാരനെ തന്നെ നിങ്ങളുടെ ലൈഫ് ലോങ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. അതിനത്ര ഫീലിങ്സ് വേറെ ഒന്നിനും കിട്ടത്തില്ല. അവ എന്ത് പറഞ്ഞു വരുന്നുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് സ്റ്റേ ഒക്കെ ചെയ്തു. നമ്മൾ അങ്ങനെ വിവാഹിതരെ ഓക്കെ. അപ്പൊ തന്നെ എൻ്റെ ഏട്ടൻ എന്നോട് പറയുന്നുണ്ടായിരുന്നു, ഏട്ടനൊരു സുഹൃത്തുണ്ട് സിദ്ധു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ വരുന്നതിന് മുമ്പ് ഏട്ടന് വേറെ കുറെ റിലേഷൻ ഒക്കെ ഉണ്ടായിരുന്നു, ലവ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ സിദ്ധുവിന്റെ വേറെ ലവും, ഏട്ടന്റെ ലവും. അങ്ങനെയായിരുന്നു ഇവർ രണ്ടുപേരും എല്ലായിടത്തും കറങ്ങാനും കാറിലും ഒക്കെ തന്നെ പോവാറുണ്ടായിരുന്നത് സാധാരണ. അങ്ങനെ ഞാൻ വിചാരിച്ചു, അപ്പോൾ എൻ്റെ ഏട്ടന് വലിയ ആഗ്രഹമായിരുന്നു, നിന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ കൊണ്ടുപോകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ അത് നടന്നില്ല. അതെന്ന് വെച്ചാൽ, ആരും കാണാണ്ട് ഫാമിലീസിനൊക്കെ പേടിച്ച് പോകുന്നതൊരു വേറെ സുഖമല്ലേ. പക്ഷെ അതിന് സമ്മതിച്ചിട്ടില്ല, അതിന് പറ്റിയൊരു സാഹചര്യം വന്നിട്ടില്ല. കാരണം സിദ്ധു മിക്കവാറും പലപ്പോഴും സിദ്ധു ജയിലിലായിരുന്നു. എന്തെങ്കിലും പ്രശ്നത്താൽ അവനെ ജയിലിലുണ്ടാവും, ഇല്ലെങ്കിൽ കേസോ. അവന് ഈ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നില്ല. പോലീസിനെ പിടികൊടുക്കാതെ അവിടെ ഇവിടെ മുങ്ങി നടക്കലായിരുന്നു സിദ്ധുവിടെ പണി എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് സിദ്ധുവിനെ അങ്ങനെ കിട്ടാറുണ്ടായിരുന്നില്ല. അങ്ങനെ സിദ്ധുവിനെ കിട്ടുന്ന ഒരു അവസരം വന്നു. പക്ഷേ അപ്പോഴേക്കും എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനും ഏട്ടനും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിട്ടുണ്ടായിരുന്നു. സിദ്ധുവിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഏട്ടനായിരുന്നു വണ്ടി ഓട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ രണ്ടുപേരും ഓട്ടുന്ന ടൈമിൽ സിദ്ധുവിനെ വിളിച്ചു, നമുക്ക് ജസ്റ്റ് ഒന്ന് 4 പേർക്ക് കറങ്ങാൻ പോവാം. അതായത് 2 കപ്പിൾസ് ആയിട്ട്. സിദ്ധുവിന് നല്ല സന്തോഷമായി. കാരണം സിദ്ധുവിന് പറയുന്നത് സിദ്ധുവിന്റെ വണ്ടിയും ഒക്കെ തന്നെ കേസിലായിരുന്നു, സിദ്ധുവിന്റെ വീട് പണയത്തിലും. അതുകൊണ്ട് അതിന് മാത്രം ഒരു ശേഷി ഉണ്ടായിരുന്നില്ല. അതായത് പണത്തിന്
കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, പിന്നിലായിരുന്നു. പക്ഷെ ലുക്കിലും ഒരു പെണ്ണ് അവനെ കണ്ടാൽ വീഴും. അതായത് അമ്മാതിരിയായിരുന്നു. അധികം ഗേൾസിന് ഇഷ്ടമുള്ള ബോയ്സ് എന്ന് പറയുന്നത് ഒരു ഗുണ്ട ലുക്കും ഒരു ഫ്രോഡ് ലുക്കിലുള്ള ഒരു. അങ്ങനെ സിദ്ധു നമ്മളെല്ലാവരും നാളെ കാറിൽ കറങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. ഞാൻ അന്ന് ആദ്യമായിട്ടായിരുന്നു സിദ്ധുവിനെ കാണുന്നത്. സിദ്ധുവിന്റെ നല്ല ഫോട്ടോസൊന്നും എനിക്ക് ഏട്ടൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. സിദ്ധുവിന്റെ കോമഡി ആയിട്ടുള്ള ഫോട്ടോസും അവൻ ചിരിക്കുന്നതും വായു വളക്കുന്നതും അങ്ങനെയുള്ള ഫോട്ടോസ് മാത്രമേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അതിലൊന്നും സിദ്ധുവിനെ കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഞാൻ കാറിൽ കയറിയിരുന്നു. ഞാൻ AC ഒക്കെ ഇട്ടു. എൻ്റെ ഏട്ടൻ സോഡസറത്ത് കുടിക്കാൻ വേണ്ടി കാറൊരിടത്ത് നിർത്തി വെച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു പെട്ടെന്ന് സിദ്ധു വരും, സിദ്ധുയുടെ വൈഫ് ഉണ്ടാവില്ല, വൈഫിനെ വേറൊരു സ്ഥലത്ത് നിന്ന് കൂട്ടണമെന്ന്. അങ്ങനെ ഞാൻ കാറിൽ AC ഒക്കെ ഇട്ടിരുന്ന് ഫോൺ നോക്കുന്ന ടൈം എൻ്റെ ഗ്ലാസ്സിൽ ഒരുത്തൻ വന്ന് തട്ടുന്നു. ഞാനിങ്ങനെ നോക്കി, കാണാൻ നല്ല ഭംഗിയുള്ള ഒരുത്തൻ. എനിക്ക് ഉറപ്പായി ഇതെന്തായാലും സിദ്ധു അല്ല, കാരണം ഏട്ടൻ ഫോട്ടോത്തിൽ കാണിച്ച സിദ്ധു ഇതിങ്ങനെയല്ല. അങ്ങനെ പെട്ടെന്ന് വിൻഡോ മുട്ടുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി ചിരിച്ചു. എന്താ, ഒന്ന് ഗ്ലാസ് താത്തോന്ന് ചോദിച്ചു. ഞാൻ ഗ്ലാസ് താത്തി. ഞാൻ ആ സിദ്ധു എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ എൻ്റെ കിളി പോയി, കാരണം ഏട്ടനില്ല. എന്നിട്ട് എന്നോട് പറഞ്ഞു ബാക്കിത്തെ ഡോറൊന്ന് തുറക്കു പറഞ്ഞു, അതായത് കാറിന്റെ. എനിക്കാണെങ്കിൽ എൻ്റെ കിളി എന്താ പറയണ്ടേ, ഗേൾസിന്റെ ടൈപ്പ് എന്ന് പറയുന്നത് പൊതുവെ കുറച്ചൊരു ഫ്രോഡ് ടൈപ്പുള്ള ഒരു ഗുണ്ടകളൊക്കെ ആയിട്ടുള്ള ഒരു ബോയ്സിനെയാണ്. സിദ്ധു എന്ന് പറയുന്നത് പക്ക അങ്ങനെയായിരുന്നു. എനിക്ക് കണ്ട എൻ്റെ കിളി പോയി, എൻ്റെ കണ്ണ് തള്ളിപ്പോയി. നല്ല ബോഡിയും നല്ല മസിലും ഒക്കെ തന്നെയുള്ള ഒരു പയ്യൻ, കണ്ട എൻ്റെ കിളി. അത് മാത്രമല്ല ഒരു പെർഫ്യൂം, അവൻ്റെ മണമാണെങ്കിൽ എല്ലാ ഗേൾസും അവിടെ തന്നെ വീഴുന്ന രീതിയിലുള്ള മണമായിരുന്നു. അങ്ങനെ എൻ്റെ കൈയൊക്കെ വിറച്ചു. ഞാൻ വേഗം തന്നെ ബാക്കിലുള്ള ഡോറ് തുറന്നു. അങ്ങനെ അവൻ കയറിയിരുന്നു. എന്നിട്ട് വേഗം തന്നെ എന്തായി സുഖ എന്നോട് ചോദിക്കുമ്പോൾ തന്നെ എനിക്ക് എന്ത് പറയണ്ടേ എനിക്ക് മനസ്സിലല്ല. ഞാൻ പറഞ്ഞു സിദ്ധു വേഗം തന്നെ ബാക്കിലിറങ്ങി എന്നോട് ചോദിച്ചു. എങ്ങനെയാണ് ചോദിച്ചതെന്നറിയോ, ആ സീറ്റ് ബാക്ക് സീറ്റിൽ ഇരുന്നെങ്കിൽ കുറച്ച് ഫ്രണ്ടിലോട്ട് വന്ന് നമ്മുടെ ഫ്രണ്ട് സീറ്റില്ലേ 2 അതിൻ്റെ അടുത്ത് 2 ഷോൾഡർ ഇങ്ങനെ വെച്ചിട്ട് എന്നോട് ചോദിച്ചു എന്താ സുഖം. എനിക്കാണെങ്കിൽ എൻ്റെ കുഞ്ഞു ദൈവങ്ങളെ എനിക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല. അവൻ്റെ മണവും ഏട്ടനെ ആണെങ്കിൽ കാണുന്നുമില്ല. ഞാനാണെങ്കിൽ എൻ്റെ സാരിയുടെ തുമ്പ് മുറുക്കെ ചുരുട്ടി കയ്യിൽ പിടിച്ച് ഞാൻ പറഞ്ഞു സുഖം, എന്താ എങ്ങനെ എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയുന്നില്ല. ഞാൻ എന്തൊക്കെയോ സംസാരിക്കുന്നു. അവന് തന്നെ മനസ്സിലായി, അവനെ കണ്ട് എൻ്റെ കിളി പോയിട്ടുണ്ട്, എനിക്ക് നല്ല പേടിയായെന്ന്. അവൻ പെട്ടെന്ന് എൻ്റെ ഷോൾഡറിൽ കൈവച്ച് പറഞ്ഞു പേടിക്കണ്ട, ഞാൻ ഒന്നും ചെയ്യത്തില്ല. അവൻ എന്നെ കുറിച്ച് ജയിലിലൊക്കെ പോയി എന്ന് പറഞ്ഞാൽ നിനക്ക് പേടിയായിട്ടുണ്ടാവും അല്ലേ. അതും ഒരുമാതിരി ബോൾഡ് സൗണ്ട്, നല്ല ഒരാണുങ്ങളെ സൗണ്ട്. എനിക്ക് അവനെ കുറിച്ച് പറയുകയാണെങ്കിൽ വാക്കുകളില്ല. അമ്മാതിരി ഒരു കിടിലൻ നൈറ്റായിരുന്നു. പെണ്ണുങ്ങളെ വളക്കാൻ അവൻ കഴിഞ്ഞിട്ട് ഈ ലോകത്ത് വേറെ ഒരുത്തനും ഇല്ലു എന്നുള്ള കാര്യം എനിക്ക് ആ കാറിൽ നിന്ന് തന്നെ മനസ്സിലായി. എൻ്റെ ഏട്ടനുണ്ടെങ്കിൽ പോലും അവൻ എന്നെ ഇങ്ങനെ വളച്ചുകൊണ്ടേ ഉണ്ടായിരുന്നു. അവൻ വന്നപ്പോൾ തൊട്ട് എന്നോട് പറഞ്ഞു നിന്റെ മുഖത്ത് നോക്കണേ, നീ ഇത് മുഖത്ത് നോക്കാത്ത നിനക്ക് പേടിയാവുന്നു എന്നൊക്കെയായിരുന്നു അവൻ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കാണെങ്കിൽ എനിക്കൊന്നും തിരിയുന്നില്ല. ഇവനെ ഞാൻ ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. അവൻ എന്നെ താടിയൊക്കെ പിടിച്ച് ഇങ്ങനെയൊക്കെ ചിരിച്ച് ഇങ്ങോട്ട് നോക്കണേ, നോക്കി സംസാരിക്കേ. എൻ്റെ പുനഃദൈവങ്ങളെ ഒന്നും പറയണ്ട. പെട്ടെന്ന് ഒരു 15-20 മിനിറ്റ് നമ്മൾ 2 പേരും കാറിലായിരുന്നു. പിന്നീട് അവന് മനസ്സിലായി എനിക്ക് എന്തോ ആയി എന്നുള്ള രീതിയിൽ. അങ്ങനെ അവൻ മുമ്പിലോട്ട് വന്ന് പാട്ടൊക്കെ വെച്ച് അങ്ങനെ കുറച്ച് സമയം നമ്മൾ സമാധാനത്തിലിരിക്കുമ്പോൾ ഏട്ടൻ വന്നിട്ട് വെച്ചു ഗ്ലാസ് തുറന്നപ്പോൾ സിദ്ധു വന്നോ, എന്താ സോഡസറത്ത് വേണം? ഒരു സോഡസറത്തും ഒരു സിഗരറ്റും വേണം എന്ന് പറഞ്ഞു. അങ്ങനെ എന്നോട് ചോദിച്ചു നിനക്ക് എന്ത് വേണ്ടേടി? ഞാൻ പറഞ്ഞു എനിക്കൊരു സോഡസറത്ത് എടുത്തേ പറഞ്ഞു. അങ്ങനെ അത് വാങ്ങാൻ പോയേട്ടന് വീണ്ടും വന്നത് ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോഴായിരുന്നു. അപ്പോഴേക്കും എനിക്ക് ഇവനോട് മുഴുത്ത പ്രേമായിരുന്നു. കാരണം ഇവന്റെ സംസാരം, ഇവൻതാ പറ്റിയ എനിക്കാണെങ്കിൽ വേണ്ട വിടേ എന്ന് പറയാനും പറ്റത്തില്ല. കാരണം അമ്മാതിരി ലുക്കാണ്. എനിക്കാണെങ്കിൽ ഇവൻ ഇഷ്ടപ്പെട്ടു പോയി. എന്ത് ചെയ്യാനാണ്, ഞാനാണെങ്കിൽ അതൊക്കെ വേണമെങ്കിൽ ചെയ്തു. എനിക്ക് അത്ര ഇഷ്ടമായി. അവനപ്പോൾ എൻ്റെ അടുത്ത് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ നിന്ന് ആ പാട്ടൊക്കെ. അങ്ങനെ ഞങ്ങൾ ഏട്ടായും ഞാനും ഒക്കെ തന്നെ നല്ല രീതിയിൽ കറങ്ങി. അവൻ്റെ പെണ്ണിൻ്റെ പേര് ശ്രീ എന്നായിരുന്നു. അങ്ങനെ അവളും നമ്മളും ഒക്കെ ഒരുമിച്ച് ഇങ്ങനെ രാത്രിയാണ് മക്കളെ നമ്മുടെ കാര്യങ്ങൾ തുടങ്ങുന്നത്. അതായത് രാത്രി ഏട്ടൻ പറഞ്ഞു നമുക്ക് 4 പേർക്കും ഒരു റൂം എടുക്കാം. കാരണം റൂമിനെന്ന് വെച്ചാൽ ഒടുക്കത്തെ വിലയായിരുന്നു. 5000 രൂപയാണ് ആ നാട്ടില് റൂമിനൊക്കെ. സ്റ്റേ ആക്കാമെന്ന് വിചാരിച്ചാണല്ലോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഏട്ടനാണ് നമ്മുടെ റൂമിന്റെ ക്യാഷ് കൊടുക്കേണ്ടത്. കാരണം സിദ്ധുവിന്റെ കയ്യിൽ കുറച്ച് ടൈറ്റ് ആണ്, അവന്റെ കയ്യിൽ ക്യാഷ് ഒന്നുമില്ല എന്നുള്ള കാര്യം ഏട്ടനറിയാം, എനിക്കറിയാം. അപ്പൊ ഏട്ടൻ പറഞ്ഞു നമുക്ക് എന്തായാലും ഒരു വലിയ റൂം എടുക്കാം. ഒരു 7000 രൂപയുടെ ഒരു വലിയ റൂം. 10000 രൂപ കൊടുക്കണ്ടല്ലോ, 3000 രൂപ ലാഭമല്ലേ. അങ്ങനെ വലിയ റൂം എടുത്ത് നമ്മൾ അങ്ങനെ നിൽക്കാൻ തീരുമാനിച്ചു.
അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി കുളിയൊക്കെ കഴിഞ്ഞ് രാത്രി പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചു വന്നായിരുന്നു. രാത്രി ഒരു 2 മണിക്ക് എൻ്റെ കാപ്പാടത്തിൻ്റെ അടുത്ത് ഞാൻ ഈ പാദസരം ഇടാറുണ്ടായിരുന്നു. പെട്ടെന്നുണ്ട് എൻ്റെ പാദസരം ജസ്റ്റ് ഇങ്ങനെ അനങ്ങുന്നത് പറയായിരുന്നു. ഞാൻ വേഗം തന്നെ എഴുന്നേറ്റു. സിദ്ധു, എന്താ നീ കാണിക്കുന്നതെന്ന് പറഞ്ഞ് അവൻ്റെ കൈ ഞാൻ മുറുക്കെ പിടിക്കുകയാണ്. അങ്ങനെ പിന്നീട് അവൻ പറഞ്ഞു, നീ ഒച്ച വെക്കല്ലേ എന്ന് പറഞ്ഞ് എൻ്റെ വായ പൊത്തുകയാണ്. പിന്നീട് അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് എനിക്കും ദൈവത്തിനും സിദ്ധുവിനും മാത്രമേ എത്തുള്ളൂ. രാവിലെ എഴുന്നേറ്റ ഉടനെ എൻ്റെ ഭർത്താവ് ഒന്നും അറിഞ്ഞിട്ടില്ല, അവൻ്റെ ഭാര്യ ഒന്നും അറിഞ്ഞിട്ടില്ല. അന്ന് മുതൽ ഞാനും സിദ്ധുവും തമ്മിൽ ചെറിയ കണക്ഷൻ ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ഏട്ടൻ അറിയാണ്ട് ഞാൻ സിദ്ധുവിൻ്റെ കൂടെ പലതവണ കറങ്ങാനും പോയിട്ടുണ്ട്. അപ്പോൾ സിദ്ധുവിൻ്റെ എൻ്റെ കഥ എന്താണ് ശരിക്കും സംഭവിച്ചത് എന്ന് നിങ്ങൾക്ക് പച്ചത് കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വാട്സപ്പ് നമ്പറിൽ എനിക്ക് മെസ്സേജ് അയക്കുക. നമുക്ക് ഇന്ന് രാത്രി നല്ല രീതിയിൽ കാണാവുന്നതാണ്. അപ്പോൾ 500 രൂപ പേ ചെയ്യണം. ഞാൻ ഒരു സ്കാനർ ഇടും, അതിൽ 500 രൂപ പേ ചെയ്താൽ നമുക്ക് 11 മണിക്ക് കാണാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.